ശ്രീ റഹ്മത്തുള്ള നിലമ്പൂരിൽ പോരു കൊഴുക്കുകയാണ്, പോരാട്ടം കൊഴുക്കുകയാണ്. പ്രത്യേകിച്ച് PV അൻവർ ഓരോ ദിവസവും വ്യത്യസ്തമായ നിലപാടുകളും പ്രതികരണങ്ങളുമാണ് PV അൻവർ നടത്തുന്നത് എങ്കിലും ഏറ്റവും ഒടുവിൽ അൻവർ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുന്നു, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്? ഉറച്ചു നിൽക്കുവാൻ തന്നെയുള്ള സാധ്യത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് അൻവർ സ്വന്തം നിലയിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം അൻവറും UDF-ഉം ഒരുപോലെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത് LDF ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായിയെയുമാണ്. പിണറായിസത്തിനെതിരാണ് തന്റെ പോരാട്ടം എന്നാണ് അൻവർ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതുപോലെ UDF എടുക്കുന്ന കൂട്ടായ തീരുമാനങ്ങളൊന്നും തന്നോട് അന്വേഷിക്കുകയോ തന്റെ ഇംഗിതം മനസ്സിലാക്കി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയോ ചെയ്തില്ല എന്ന വലിയ പ്രതിഷേധം അൻവറിനുണ്ട്. പ്രത്യേകിച്ചും VD സതീശന്റെ നിലപാടുകളോട് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില വിയോജിപ്പുകൾ അൻവറിനുണ്ട് എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ UDF നേതൃയോഗത്തിൽ 2-ാം തീയതി കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസിന് കാൻഡിഡേറ്റ് അംഗത്വം UDF-ൽ നൽകാൻ തീരുമാനിക്കുകയും അക്കാര്യം മാധ്യമങ്ങളോട് പറയാൻ UDF കൺവീനർ സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഒരുപാട് കാലം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ ആരുമായും അൻവറിന് പ്രശ്നമുണ്ട് എന്ന് ഇപ്പോൾ തോന്നുന്നില്ല. പക്ഷേ ശ്രീ റഹ്മത്തുള്ള അവിടെ അസന്നിഗ്ധമായി പറയുന്നുണ്ടല്ലോ VD സതീശൻ. അദ്ദേഹം പറഞ്ഞു ഇനി UDF-ൽ നിന്ന് ആരും ഈ ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അടൂർ പ്രകാശ് അതിനെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അൻവർ അടഞ്ഞ അധ്യായം എന്ന് പറയുന്നു. അപ്പോൾ PV അൻവർ എന്നത് ഇനിയിപ്പോൾ UDF-ന്റെ ഭാഗമല്ല എങ്കിലും അൻവറിന്റെ വോട്ട് ലഭിച്ചില്ല എങ്കിലും ഷൗക്കത്തിന് വിജയം ഉറപ്പ് എന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുകയാണോ? അങ്ങനെയൊക്കെ UDF നേതാക്കൾക്ക് പ്രതീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെങ്കിലും സത്യം മറ്റൊന്നാണ്. സ്വരാജിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് UDF-ന് വിജയം വരിക്കണമെങ്കിൽ അൻവറിന്റെ പിന്തുണ കിട്ടിയേ കഴിയൂ എന്നുള്ളതാണ് സത്യം. പുറത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പിന്നാമ്പുറങ്ങളിൽ രഹസ്യമായ പല ചർച്ചകളും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, അൻവർ നേരത്തെ 4-ാം ഗ്രൂപ്പിൽ K സുധാകരന്റെ ഉറച്ച അനുയായിയായി പ്രവർത്തിച്ചയാളാണ്. രമേശ് ചെന്നിത്തലയുമായും അടൂർ പ്രകാശുമായും എല്ലാം ഉറച്ച വ്യക്തിബന്ധം അൻവറിന് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ തള്ളിക്കൊണ്ട് UDF-ന് മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, അതാണല്ലോ ഇപ്പോൾ. അതായത് UDF-ലും കോൺഗ്രസിനകത്തും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് കൂടിയാണ് പുറത്തു വരുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എങ്കിലും മറുഭാഗത്ത് ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പോൾ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം സ്വരാജിനോട് മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ പോലും അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സ്വരാജ് പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ നേതാക്കൾ പ്രതികരണങ്ങളിൽ നടത്തുന്ന ഒരു മിതത്വം ഉണ്ടാകുമല്ലോ. ആ മിതത്വമൊന്നും VD സതീശന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഇപ്പോൾ കാണുന്നില്ലല്ലോ. അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് UDF-ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇതിനു മുമ്പ് അൻവർ എപ്പോഴൊക്കെ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ മണ്ഡലത്തിലെ ഗണ്യമായ വോട്ടുകൾ അൻവർ നേടിയിട്ടുണ്ട്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും ഒക്കെ വലിയ ശതമാനം വോട്ടുകൾ നേടാൻ അൻവറിന് കഴിഞ്ഞു എന്നത് സത്യമാണ്. ആ തിരിച്ചറിവാണ് പിന്നീട്
അൻവറിനെ LDF സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിക്കുന്നിടത്ത് എത്തിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. Yes. അതുകൊണ്ട് അൻവർ കൊണ്ടുപോകുന്നത് LDFന്റെ വോട്ട് മാത്രമല്ല, UDFന്റെയും ഗണ്യമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് പിടിക്കാൻ ഇപ്പോഴും അൻവർ ശക്തനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരു മുന്നണികളെയും ഒരുപോലെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കാനിടയുണ്ട് എന്നാണ് എന്റെ വിലയിരുത്തൽ. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വസന്ത്, അതാണ്, അതായത് PV അൻവറിന്റെ